സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് കർഷകർ ഒറ്റക്കെട്ടായി നിന്നാൽ അവർക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ഭരണകൂടവും ഉണ്ടാവില്ലെന്ന് ആന്റോ ആന്റണി MP. നെൽകർഷക സംരക്ഷണ സമിതിയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു MP. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ മൂലം യുവതലമുറ കൃഷിയിൽ നിന്നും പിന്മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് എന്തുകൊണ്ട് നീതി ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന്റെ മറുപടി അവർ അസംഘടിതരാണ് എന്നുള്ളത്. അവർ പല മേഖലകളിലായി ചേരി തിരിഞ്ഞു നിൽക്കുകയാണ്. അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി കർഷക താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചേർന്ന് നിന്നാൽ അവരുടെ മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു ഭരണകൂടവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കർഷകർ സ്വയം ശക്തി തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി ഇവിടെ സൂചിപ്പിക്കുക. ഇപ്പോൾ ഞാനൊന്ന് ഓഡിറ്റോറിയത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു 45-50 വയസ്സിന് മുകളിലേക്കുള്ളവരല്ലാതെ ഒറ്റ ചെറുപ്പക്കാരെ പോലും ഇവിടെ കാണുന്നില്ല. 1-2 ആളുകൾ ആക്ഷേപമായിട്ട് കാണുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? പുതിയ തലമുറ കൃഷിയിൽ നിന്ന് ഓടി അകലുകയാണ്. അവർക്ക് യാതൊരു സുരക്ഷിതത്വം നൽകാത്ത ഈ മേഖലയിൽ അവരുടെ ജീവിതം മാറ്റിവെക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. പുതുതലമുറ കൃഷിയിൽ നിന്ന് ഓടിയകലുകയാണെന്നും ഇത് ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും ആന്റോ ആന്റണി MP പറഞ്ഞു. ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കാമെന്ന ആത്മവിശ്വാസം യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. ഇത് ഇങ്ങനെ തുടർന്നാൽ കേരളം താമസിയാതെ ഓൾഡ് ഏജ് ഹോമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടനാട്ടിലെ മാമ്പുഴക്കരി SNDP ഹാളിൽ ജോസഫ് മുരിക്കൻ നഗറിൽ നടന്ന സംസ്ഥാന നെൽകർഷക പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. NKSS സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. നിരണം ഭദ്രാസനം മുൻ അധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസ് മുഖ്യാതിഥിയായി. കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ, AIKKMS സംസ്ഥാന സെക്രട്ടറി N വിനോദ് കുമാർ, പാലക്കാട് കർഷക സംരക്ഷണ സമിതി നേതാക്കളായ C വിജയൻ, C പ്രഭാകരൻ, K ശിവാനന്ദൻ, NKSS സംസ്ഥാന നേതാക്കളായ VJ ലാലി, സാമീപ്പൻ, സോണിച്ചൻ പുളിങ്കുന്ന്, PR സതീശൻ, ജോൺ C ടിറ്റോ, ജോസ് കാവനാട് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യവാഹിനിയായി വീണ്ടും AC കനാൽ പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. കിഴക്കൻ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി ടൺ കണക്കിന് മാലിന്യങ്ങളാണ് AC കനാലിലേക്ക് എത്തുന്നത്. കനാലിലൂടെ ഒഴുകി വരുന്ന മാലിന്യക്കൂട്ടങ്ങൾ AC റോഡിലെ പാലങ്ങൾക്കടിയിലെ തൂണുകളിൽ വന്നടിയുന്നതോടെ നീരൊഴുക്കും തടസ്സപ്പെടുകയാണ്. കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ കൂറ്റൻ മരക്കൂട്ടങ്ങളും ചത്ത കന്നുകാലികളും ഉൾപ്പെടെ പാലത്തിന്റെ തൂണുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും പാലത്തിനടിയിലെ മാലിന്യം കോരി നീക്കുന്നുണ്ട്. കിടങ്ങറ ഈസ്റ്റ് പാലത്തിനടിയിൽ അടിഞ്ഞ കൂറ്റൻ മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്തു. ആളുകൾ മാലിന്യത്തിന് മുകളിലൂടെ നടന്നും വള്ളത്തിൽ ചെന്നുമാണ് പാലത്തിന്റെ താഴ്ഭാഗം വൃത്തിയാക്കുന്നത്. ഉരുൾപൊട്ടിയെത്തിയ ചത്ത കന്നുകാലികളെ കോരിയെടുത്ത് മറ്റ് സ്ഥലത്ത് മറവു ചെയ്യുകയാണ്. ഈസ്റ്റ് പാലത്തിന് താഴെ നിന്ന് മാത്രം 3 ആടുകളെയും 1 പശുവിനെയും 1 പന്നിയെയും കണ്ടെത്തിയിരുന്നു. പമ്പയാറിന്റെ കൈവഴി വന്നു ചേരുന്ന ഈ ഭാഗത്ത് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം ശക്തമായി ഒഴുകിയെത്തുന്നുണ്ട്. വെള്ളത്തോടൊപ്പം മാലിന്യക്കൂട്ടങ്ങളും ഒഴുകിയെത്തുന്നു. വീട്ടുപകരണങ്ങളടക്കം ഈ കൂട്ടത്തിലുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആക്രിയെടുക്കുന്നവർ വാരിക്കൊണ്ടുപോകുന്നു. മരക്കമ്പുകളും മറ്റും സമീപവാസികൾ വള്ളവുമായി എത്തി വിറകാവശ്യത്തിനായി മാറ്റുന്നുണ്ട്. അതേസമയം കിടങ്ങറ 1ാം പാലത്തിന്റെ നിർമ്മാണത്തിന് ശേഷം പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതാണ് ഇവിടുത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. AC റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കിടങ്ങറ 1ാം പാലത്തിന്റെ കിടങ്ങറ ഈസ്റ്റ് ബ്രിഡ്ജിന്റെ നിർമ്മാണ ഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാതെ വന്നതിനാൽ പഴയ പാലത്തിന്റെ തൂണുകളൊക്കെ ഇപ്പോഴും വെള്ളത്തിൽ തുടരുന്നതിനാൽ മണിമലയാറ്റിൽ ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കിടങ്ങറ പാലത്തിന്റെ താഴെ ആ അവശിഷ്ടങ്ങളിൽ മുളയും തടികളും അടക്കമുള്ള അവ വന്ന് അടിഞ്ഞു കിടന്നിട്ട് AC കനാലിൽ വെള്ളം ഗതി മാറി കിഴക്കോട്ടൊഴുകുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. പ്രളയകാലത്ത് പോലും വളരെ പെട്ടെന്ന് വെള്ളം എത്തിച്ചേർന്ന പ്രളയകാലത്ത് പോലും ഇതുപോലെ വെള്ളം ഇവിടെ കിഴക്കോട്ടൊഴുകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മാലിന്യം കോരി നീക്കുന്ന ജോലികൾ ആരംഭിച്ചിട്ട് 2 ദിവസമായി. ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ ദുർഗന്ധവും വ്യാപകമാണ്. മുൻവർഷങ്ങളിൽ കിഴക്കൻ വെള്ളത്തിനൊപ്പം മാലിന്യങ്ങൾ ഒഴുകിയെത്തിയിരുന്നെങ്കിലും കന്നുകാലികൾ ഉൾപ്പെടെ ഇങ്ങനെ എത്തുന്നത് അപൂർവമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറാൻ പുതുതലമുറയെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്തം നാം ഓരോരുത്തർക്കുമുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി.
ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് പുതുതലമുറയ്ക്ക് ആവശ്യമായ ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണമെന്നും അവർ പറഞ്ഞു. SNDP യോഗം കുട്ടനാട് യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 170ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി സമ്മേളനം മങ്കൊമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പി സതീദേവി. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾക്ക് സമൂഹത്തിൽ എക്കാലവും പ്രസക്തിയുണ്ടെന്നും അവർ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾ, ആശയങ്ങൾ ഈ സമൂഹത്തിൽ ഇന്നും വളരെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുദേവന്റെ ജയന്തി ആഘോഷം നടത്തുമ്പോൾ തീർച്ചയായും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ ആ ആശയങ്ങളുടെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് ഒത്തുചേർന്നിരുന്നു കൊണ്ട് ചർച്ച ചെയ്യാനും പുതിയ തലമുറക്ക് ആവശ്യമായ ദിശാബോധം ഉണ്ടാക്കി കൊടുക്കാനും ഉത്തരവാദപ്പെട്ടവരാണ് നാം എന്നുള്ളത് കൊണ്ടാണ് ഗുരുദേവ ജയന്തിയുടെ ഭാഗമായി പ്രത്യേകമായിട്ടുള്ള സ്ത്രീകളുടെ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്പരം കൈകോർത്ത് നിന്നുകൊണ്ടാണ് നാം പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് പുതിയ തലമുറക്ക് നല്ല ദിശാബോധം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് എങ്ങനെയാവണം ഈ സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാക്കി പുതിയ തലമുറയെ വളർത്തിയെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മളിൽ ഓരോരുത്തരും അർപ്പിതമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ദിനം ഒരു നന്മ പദ്ധതിയിൽ നിന്നുള്ള ചികിത്സാ സഹായ വിതരണവും അഡ്വക്കേറ്റ് പി സതീദേവി നിർവഹിച്ചു. കുട്ടനാട് SNDP യൂണിയന് സമീപം ചേർന്ന ഗുരുദേവ ജയന്തി സമ്മേളനത്തിൽ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സ്മിത മനോജ് അധ്യക്ഷയായി. യൂണിയൻ കൺവീനർ സന്തോഷ് ശാന്തി ആമുഖ പ്രഭാഷണം നടത്തി. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ജയന്തി സന്ദേശം നൽകി. യൂണിയൻ വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ ആദരിക്കലും സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ TS പ്രദീപ് കുമാർ, AK ഗോപിദാസ്, MB പ്രമോദ്, KK പൊന്നപ്പൻ, PB ദിലീപ്, അഡ്വക്കേറ്റ് S അജേഷ് കുമാർ, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി സജിനി മോഹൻ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സംഘം അംഗങ്ങൾ അവതരിപ്പിച്ച മെഗാ തിരുവാതിര SNDP യോഗം കൗൺസിലർ ഷീബ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത ഇൻഫാം കാർഷിക സമിതിയുടെയും ക്രിസ് അതിരൂപത സമിതിയുടെയും നേതൃത്വത്തിൽ മാമ്പഴക്കരിയിൽ കർഷക ദിനാചരണവും ഇൻഫാം അംഗത്വ വിതരണവും സംഘടിപ്പിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ കുട്ടനാട് എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ കുട്ടനാട്ടിലാണ് എൻ്റെ പൗരത്വം കുറിച്ച് കേനഗിരിയിൽ ആരംഭിച്ചു. 50 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് മുതൽ കുട്ടനാടിനെ അറിയാൻ തുടങ്ങി, കുട്ടനാടിലെ കർഷകരെ മനസ്സിലാക്കാൻ തുടങ്ങി. ഈ കാർഷിക മേഖലയെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിലുപരിയായിട്ട് ഈ കുട്ടനാടിന്റെ സംഭാവനകൾ എന്നെ വളരെയേറെ ആകർഷിക്കുന്നുണ്ട്. ഈ കുട്ടനാടിന്റെ സംഭാവനകൾ നമ്മുടെ അതിരൂപതയിലെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അതിരൂപതയിലെ മറ്റേതൊരു ഭൂവിഭാഗത്തിൽ മറ്റേത് പ്രദേശത്ത് ജനങ്ങൾ നൽകിയതിനേക്കാൾ കൂടുതൽ സംഭാവന ഈ കുട്ടനാട്ടിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട് സഭയ്ക്ക്. ഓരോന്നോരോന്ന് വേണം എന്നെ പറയാൻ സാധിക്കും. കാർഷിക വിഭവങ്ങൾ ഉത്പാദിപ്പിച്ചു എന്നത് മാത്രമല്ല, അത് ഉത്പാദിപ്പിച്ചു. കാരണം വെള്ളത്തിൽ സമുദ്രനിരപ്പിൽ താഴെയുള്ള ഒരു സ്ഥലത്ത് വെള്ളം വറ്റിച്ച് അതിനെ കൃഷിഭൂമിയാക്കി കേരളത്തിന് നെല്ലറയാക്കി മാറ്റിയ കർഷകർ അതിലൂടെ നൽകിയ സംഭാവന എത്ര വലുതാണ്. മാമ്പഴക്കരിയിലെ ക്രിസ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ക്രിസ് സെന്ററിന്റെ ഡയറക്ടർമാരായ ഫാദർ തോമസ് താന്നിയത്ത്, ഫാദർ സോണി പള്ളിച്ചിറയിൽ, ഇൻഫാം ചങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ സേവിച്ചൻ മുഹമ്മ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടോം അറക്കപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. പുളിങ്ങുന്ന് കണ്ണാടിയിൽ ചെറുമകന്റെ ആക്രമണത്തിൽ വൃദ്ധയ്ക്ക് ദാരുണാന്ത്യം. കണ്ണാടി കാഞ്ഞിരക്കാട് നഗറിൽ ആകാശാണ് തന്റെ മുത്തശ്ശി സരോജിനിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. 20 വയസ്സുകാരനായ ആകാശ്
സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നാണ് റിപ്പോർട്ടുകൾ. പണം ആവശ്യപ്പെട്ടുള്ള വഴക്കിനിടെ ചെറുമകന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തശ്ശൻ ജനാർദ്ദനും മുത്തശ്ശി സരോജിനിയും വീട് വിട്ട് റോഡിലേക്ക് ഇറങ്ങിയിരുന്നു. ഇവരെ പിന്തുടർന്നെത്തിയ ആകാശ് സരോജിനിയെ ശക്തിയായി തള്ളി വീഴ്ത്തുകയായിരുന്നു. റോഡിൽ തലയിടിച്ചു വീണ വൃദ്ധയെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെ മരിച്ചു. സംഭവത്തെ തുടർന്ന് ആകാശും കുടുംബാംഗങ്ങളും ഒളിവിലാണ്. ചങ്ങനാശ്ശേരി അതിരൂപത ചാസ് ഫാത്തിമാപുരം സോഷ്യൽ സർവീസ് ട്രസ്റ്റിന്റെ വാർഷികവും പൊതുസമ്മേളനവും ഞായറാഴ്ച പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നയിച്ച പിതാക്കന്മാരെല്ലാം ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ടാണ് നമ്മുടെ അതിരൂപതയുടെ പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മളറിയാവുന്നതുപോലെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ആദ്യമായി പ്രതിനിധി എന്ന് പറഞ്ഞ വിവാഹപ്രവേശനം ലഭിച്ചുകൊണ്ടുള്ള സംഘടനയുണ്ടായി. അതിനുശേഷം സംഘം പ്രത്യേകം വളർന്നു. ഇന്നത് വേറെ പേരിലും ചങ്ങനാശ്ശേരി മാത്രമല്ല നമ്മുടെ എല്ലാ അതിരൂപതയിലും രൂപതയിലും കടന്നുവരുന്ന പ്രസ്ഥാനമായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ചാസിന്റെ പ്രവർത്തനങ്ങൾ 64 വർഷത്തിന് 58 വർഷം കഴിഞ്ഞാണ് ചാസിന്റെ പ്രവർത്തനം. അച്ഛനോട് പറഞ്ഞത് നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പല സ്കീമുകളും ചാസിന്റെ പ്രവർത്തനത്തിൽ കൂടി സർക്കാർ തലത്തിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഫാത്തിമാപുരം പള്ളി വികാരി റവറന്റ് ഡോക്ടർ സേവിയർ ജെ പുത്തൻകളം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ അതിരൂപത ഡയറക്ടർ ഫാദർ തോമസ് കുളത്തുങ്കൽ ആമുഖ പ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി ലാലി ഇളപ്പുങ്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി ആദരിക്കൽ കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ 1999 രൂപീകരണത്തിൽ പ്രവർത്തിക്കുകയും സംഘാടനയിൽ ഏറ്റവും പ്രായം കൂടിയ ഫാദർ സെബാസ്റ്റ്യൻ മാമ്പറ, ചാസ് മേഖലാ കോർഡിനേറ്റർ സജി ഷാജി, യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കടന്തോട്, മിനി ജോസഫ് ചെന്നിക്കര എന്നിവർ സംസാരിച്ചു. സംഘാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ക്യാൻസർ രോഗത്തിന്റെ തുടർ ചികിത്സയുടെ വേദനയ്ക്കിടയിലും നാട്ടുകാരനായ വൃക്കരോഗിയുടെ ചികിത്സാ സഹായത്തിനായി പച്ചക്കറി കിറ്റ് ചലഞ്ച് നടത്തിയ ഒരു യുവതിയെ പരിചയപ്പെടാം. ചെന്നിത്തല ഇരമത്തൂർ നെടുവേലിൽ സന്ധ്യ പ്രമോദാണ് വേദനിക്കുന്ന കുടുംബത്തിന് താങ്ങാവാൻ പച്ചക്കറി ചലഞ്ച് നടത്തിയത്. സന്ധ്യ പ്രമോദിന്റെ ഉടമസ്ഥതയിലുള്ള ചെന്നിത്തല പണിക്കരോടത്ത് ജംഗ്ഷനിലെ ആദിത്യൻ വെജിറ്റബിൾ സ്റ്റോഴ്സിൽ ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയാണ് പച്ചക്കറി കിറ്റ് ചലഞ്ച് നടത്തിയത്. ഇതിലൂടെ സമാഹരിച്ച മുഴുവൻ തുകയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ചെന്നിത്തല തൃപ്പരുന്തുറ വള്ളാങ്കടവ് പാലത്രയിൽ സുലു സോമന്റെ ചികിത്സാ സഹായത്തിനായി നൽകും. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ആതിര പച്ചക്കറി കിറ്റ് ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സുലുമോൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് വൃക്ക ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങാവുകയാണ് ഇന്ന് നമ്മളിന്നിവിടെ ചെയ്യുന്ന ഈ പ്രവൃത്തി. എല്ലാ ആളുകളെയും നമ്മളെല്ലാവരും നമ്മളൊരു പത്രപരസ്യമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു പ്രചരണമോ ഒന്നും നടത്താതെ തന്നെ വരുന്ന വഴികളിൽ റോഡിൽ കൂടി പോകുന്ന ആളുകളെ നമ്മൾ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനൊരു സഹായം എന്ന രൂപേണ കഴിയുന്ന രീതിയിൽ അത് എത്ര രൂപയാണെങ്കിലും മനസ്സിന് സന്തോഷം, അവരുടെ ഒപ്പം ഒരു പ്രാർത്ഥനയും കൂടെ ചേർന്ന് ഒരു പച്ചക്കറി കിറ്റ് വീടുകളിലേക്ക് എത്തുന്ന രീതിയിൽ നിങ്ങളുടെ സംഭാവന എന്തായാലും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് സഹായമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. ക്യാൻസർ രോഗത്താൽ ഏറെ ബുദ്ധിമുട്ടനുഭവിച്ച തനിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും നൽകിയ സഹായങ്ങളാണ് തുണയായതെന്നും അതിൽ നിന്നുണ്ടായ പ്രചോദനമാണ് പച്ചക്കറി കിറ്റ് ചലഞ്ചിലേക്ക് നയിച്ചതെന്നും സന്ധ്യ പ്രമോദ് പറഞ്ഞു. എനിക്ക് ഒരു 2019 എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രചോദനം, എനിക്ക് നാട്ടുകാരും എൻ്റെ ബന്ധുക്കളായാലും ഈ നല്ലവരായ നാട്ടുകാരുടെ ഒരു സഹായം എനിക്കന്ന് ലഭിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനമാണ് ഈ 35 വയസ്സായ ഒരു ചെറുപ്പക്കാരന് വേണ്ടി എനിക്ക് ഇങ്ങനെ ഒരു സഹായം, ഒരു എൻ്റെ കടയിൽ നിന്നും ലഭിക്കുന്ന ചെറിയൊരു കിറ്റ് ചലഞ്ചിൽ ഒരു ചെറിയൊരു വരുമാനം എനിക്ക് അങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അത്. കൂലിപ്പണിക്കാരനായ പ്രമോദാണ് സന്ധ്യയുടെ ഭർത്താവ്. ആനന്ദ്, ആദിത്യൻ എന്നിവരാണ് മക്കൾ. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി CPIM ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റി.
ചമ്പക്കുളം ലോക്കലിലെ പാർട്ടി അംഗങ്ങൾ നൽകിയ സംഭാവനയും ചായക്കട നടത്തി കിട്ടിയ വരുമാനവും ചേർത്താണ് തുക നൽകിയത്. CPIM തകഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KS അനിൽകുമാറിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KG അരുൺകുമാർ ഫണ്ട് കൈമാറി. തലവടി ചുണ്ടൻവള്ളം സമിതി രക്ഷാധികാരി ഫാദർ എബ്രഹാം തോമസിനെ അനുസ്മരിച്ചു. തലവടി പൗരസമിതിയുടെയും തിരുപനേനൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. തലവടി തിരുപനേനൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് KR ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മശ്രീ നീലകണ്ഠര് ആനന്ദപട്ടമന അനുസ്മരണ പ്രഭാഷണം നടത്തി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, തലവടി ഗ്രാമപഞ്ചായത്ത് അംഗം ജോജി ജെ വയലപ്പള്ളി, സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ റോബിൻ വർഗീസ് മേടക്കൽ, തലവടി ചുണ്ടൻവള്ളം സമിതി ജനറൽ സെക്രട്ടറി റിക്സൺ എടത്തിൽ, ട്രഷറർ അരുൺ പുന്നശ്ശേരിൽ, PD രമേശ് കുമാർ, ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, CB വർഗീസ് തടത്തിൽ എന്നിവർ സംസാരിച്ചു. ഫാദർ എബ്രഹാം തോമസിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രവളപ്പിൽ കൽപ്പക വൃക്ഷ തൈ നട്ടു. പുഷ്പാർച്ചന നടത്തിയാണ് യോഗം ആരംഭിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കൊൽക്കത്ത ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായിരുന്നു ഫാദർ എബ്രഹാം തോമസ്. മലങ്കര സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായും കൊൽക്കത്ത അരമനയുടെ മാനേജറായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലിത്തയുടെ സെക്രട്ടറിയുമായിരുന്നു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI 25 വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി DYFI നെടുമുടി മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ച് നടത്തി. CPIM തകഴി ഏരിയ സെക്രട്ടറി KS അനിൽകുമാർ ആദ്യ ബിരിയാണി പാക്കറ്റ് പാർട്ടി നെടുമുടി ലോക്കൽ കമ്മിറ്റി അംഗവും നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PK വിനോദിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ സംഘടിപ്പിക്കുന്ന ബിരിയാണി ചലഞ്ച് എത്രയോ ദിവസകാലമായി നമ്മുടെ കണ്ണനും അതുപോലെ തന്നെ ശ്രീകാന്തും അനീഷും അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വിനോദടക്കമുള്ള യശോദസാവ് അടക്കമുള്ള നമ്മുടെ ശ്രീദേവി അടക്കമുള്ള ശശിചേട്ടനടക്കമുള്ള എത്രയോ ആളുകളാണ് ദിവസം തോറും വീടുകളിൽ കയറിയിറങ്ങി ആളുകളോട് പറഞ്ഞിട്ട് അവരെ ഈ ഇതിന്റെ ഒരു വലിയ ഒരു ദൗത്യത്തിലേക്ക് അവരെ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് മാത്രമല്ല DYFI ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ചായപ്പീടിയെ ചമ്പക്കുളത്ത് കഴിഞ്ഞ ചായപ്പീടിയെ ഉദ്ഘാടനം ചെയ്തു. ചായപ്പീടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വയനാട്ടിന് വേണ്ടി അവർ കൊടുക്കുകയാണ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീദേവി രാജേന്ദ്രൻ, നെടുമുടി ഗ്രാമപഞ്ചായത്ത് അംഗം യശോദ സുകുമാരൻ, CPIM ലോക്കൽ കമ്മിറ്റി അംഗം K ശശികുമാർ, DYFI നേതാക്കളായ KS ശ്രീകാന്ത്, MS അഖിൽ, സനീഷ് K ജഗൻ, പ്രിനു എന്നിവർ പങ്കെടുത്തു. നെടുമുടി പഞ്ചായത്ത് കുടിവെള്ള സമ്പാദക ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡറേഷൻ ഭാരവാഹികളെ ആദരിച്ചു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ശക്തമായ ഇടപെടൽ നടത്തിയതിനാണ് ആദരവ് നൽകിയത്. ശക്തമായ ഇടപെടൽ നടത്തി ശുദ്ധജലക്ഷാമം പരിഹരിച്ച കൺസ്യൂമർ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി G രാജേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി KK ശശിധരൻ എന്നിവർക്കാണ് ആദരവ് നൽകിയത്. ഡോക്ടർ RV നായർ അധ്യക്ഷത വഹിച്ചു. മനോജ് കുമാർ, ജെയിംസ് തിരുനിലം, ചിത്രാംഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ നിന്നും ചെറുവിമാനങ്ങൾ പറന്നുയർന്നപ്പോൾ കുട്ടികൾക്കത് കൗതുക കാഴ്ചയായി. അറിവിന്റെ ലോകം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസിന്റെ ഭാഗമായാണ് ചെറുവിമാനങ്ങളും ഡ്രോണുകളും പറത്തിയത്. മാന്നാർ സമന്വയ ഗ്ലോബലിന്റെ നേതൃത്വത്തിലാണ് വൈമാനിക ശാസ്ത്രത്തിലെ സിദ്ധാന്തം, പ്രായോഗികത, ചെറുവിമാനങ്ങൾ, ഡ്രോണുകൾ, അവയുടെ തത്വങ്ങൾ, നിർമ്മാണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വൈമാനിക ശാസ്ത്രത്തെ കൂടുതൽ അടുത്തറിയുവാനായി ചെറുവിമാനങ്ങൾ പറത്തി കുട്ടികളെ കാണിക്കുകയും ചെയ്തു. കൂടാതെ വിവിധതരം ഡ്രോണുകളെക്കുറിച്ചുള്ള വിശദീകരണവും പ്രവർത്തനവും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. വൈമാനിക ശാസ്ത്ര വിദഗ്ധനും മുൻ വായുസേന ഉദ്യോഗസ്ഥനുമായ ഗിരീഷ് ക്ലാസ് നയിച്ചു. system
whatever the drone is seeing in front of it with the flight data, I will be assessing. But now for flying this one, I need not to see this aircraft. I will sit there, I will just watch only this one. Battery പിന്നെ ഇതിനകത്ത് ഡ്രോൺ കപ്പാസിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഡ്യൂറിംഗ് ദ മിഷൻ എന്തെങ്കിലും അൺവാണ്ടഡ് തിങ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് ക്യാൻ ടേക്ക് എ ഡിസിഷൻ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് ലാൻഡ്. അതിന് തിരിച്ചു വരാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണോ എന്ന് ചിന്തിക്കുക ആദ്യം. അതിന് അന്നേരം തിരിച്ചു വരാൻ പറ്റാത്ത ഡിസ്റ്റൻസ്. സമന്വയ ഗ്ലോബൽ ഭാരവാഹികളായ എയർ വൈസ് മാർഷൽ ശ്രീകുമാർ, ശ്രീലത ശ്രീകുമാർ, മേജർ എൽ ജയകുമാർ, പ്രസന്ന ജയകുമാർ, വിംഗ് കമാൻഡർ പരമേശ്വരൻ, അനിത പരമേശ്വരൻ, ശ്രീ ഭുവനേശ്വരി സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തി സദൻ, സ്കൂൾ സെക്രട്ടറി ജി ഗണേശ്, അഡ്മിനിസ്ട്രേറ്റർ രാജീവൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.